ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം ഞങ്ങളുടേത് 9 മണിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുന്നതിൻ്റെ പരിപാടിയൊക്കെയാണ്, അവളെ ഫീഡ് ചെയ്യുക, അതൊക്കെ ധൃതിയിലാണ് ഞങ്ങളിന്ന്. അതുമാത്രമല്ല, ഇന്നത്തെ ദിവസത്തിനും ഇന്നത്തെ ഈ ഒരു വ്ലോഗിനും ഒരു പ്രത്യേകതയുണ്ട്. ഓഗസ്റ്റ് 14 ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. 2023 ഓഗസ്റ്റ് 14 അവൾ ജനിക്കുന്നത്. സോ ബർത്ത്ഡേയുടെ ഒരു ഫങ്ഷനായിട്ട് ഞങ്ങൾക്ക് ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഒരു ഡിസ്കഷനിലാണ് കേട്ടോ. സോ അതിനു വേണ്ടിയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ ഓൾറെഡി നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലുള്ളൊരു ഹാപ്പി ഡേയിൽ തന്നെ ഞാൻ അത്രയും സ്നേഹത്തോടെ വളർത്തിയ എൻ്റെ ഒരു കറ്റാർവാഴയാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേയുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് നാമ്പ് പൊട്ടി. സോ ഇന്നത്തെ ദിവസം ഞങ്ങൾ അവളുമായിട്ട് ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. എല്ലാ തവണയും ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് വീട്ടിൽ തന്നെ കേക്ക് കട്ട് ചെയ്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങ് ആഘോഷിക്കുകയാണ് പതിവ്. പക്ഷേ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഓർത്തു ഔട്ട്ഡോർ അവൾക്കൊരു കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്ന്. അതുമാത്രമല്ല ഞങ്ങൾക്കൊരു എൻജോയ്മെൻറ്റും ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങാനായിട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ കുഞ്ഞും ഇറങ്ങി. ഇത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ, പെപ്പ പെഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യോഗട്ടൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് കണ്ടപ്പം കയറി ഇരുന്ന് കളിക്കുന്ന ഒരിത് കണ്ടപ്പോൾ ഞങ്ങൾ അവളെ അതേ കയറ്റിയിരുന്ന് ഇരുത്തിയതാണേ. സോ അങ്ങനെ കേക്ക് വാങ്ങാനായിട്ട് ഞങ്ങളുടെ മോളും ഞങ്ങൾ 3 പേരോടാണ് പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവൾക്ക് കഴിക്കേണ്ട സമയമൊക്കെ ആയി. പക്ഷേ അവളെന്തോ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഞങ്ങളോട് ഇറങ്ങിയതാണ്. അപ്പോൾ അവളെ കാർ സീറ്റിലൊക്കെ ഒന്ന് ഇരുത്തി ഞങ്ങളൊന്ന് സെറ്റായിട്ട് പുറപ്പെടുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു. 30 ഡിഗ്രി ആയിരുന്നു ഇന്നത്തെ ചൂട്. ഇവിടെ സമ്മർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട് നമ്മൾ മിസ് ചെയ്യില്ല. അതുപോലത്തെ ചൂടും ഒരു നല്ല കാലാവസ്ഥയാണ്. ഇവിടെ ഒരുമാതിരി എല്ലാ എംപ്ലോയീസും എംപ്ലോയേഴ്സും ഒക്കെ ആനുവൽ ലീവ് ഒക്കെ എടുത്ത് വെക്കേഷൻസും അതുപോലെ തന്നെ ഒരു ട്രിപ്പൊക്കെ പോകുന്നത് ഒക്കെ ചെയ്യുന്നത് സമ്മർ ടൈമിലാണ് കൂടുതൽ. ഇത് കണ്ടില്ലേ, നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങാനായിട്ട് ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. സോ അപ്പം ഈ ഒരു ചൂടത്ത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം കേക്ക് മെൽറ്റ് ആകുമോ എന്നൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചു. സോ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഹേസൽ മോൾക്ക് ഒരു കാർഡ് വാങ്ങാമെന്ന് ഓർത്തു. അവൾക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഏജൊന്നും അല്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ പോലും അവൾക്കതൊരു അവളുടെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അതുപോലെ തന്നെ അവിടെ അപ്പയ്ക്കും അമ്മയായ എനിക്കും ഞങ്ങൾ 2 പേർക്കും അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മെസ്സേജ് ആ ഒരു കാർഡിൽ എഴുതി അത് സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ അത് ആ ഒരു മൈൻഡ് സെറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു കാർഡ് വാങ്ങിച്ചത്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയുകൊണ്ട് ഈ കാർഡാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പം കൊച്ചിന് ആദ്യം തന്നെ ആ ഒരു കാർഡ് അവിടെ കൈ കൊടുത്തു. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇട്ട് ഡ്രസ്സോടുകൂടിയാണ് ഞങ്ങൾ അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. ഒരുങ്ങാൻ പോലും അവൾ സമ്മതിച്ചില്ല. അവൾ പെട്ടെന്ന് ഞങ്ങളിവിടെ ഇറങ്ങിപ്പോരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങുന്നത് കേക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല അടിപൊളി കേക്കാണ് അവരുടെ, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി കേക്കാണ് അവരുടെ. ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഈ ഗ്ലാസിൻ്റെ അകത്ത് അവർ ചെയ്യുന്നതാണ്. അത് ഒത്തിരി ദിവസമൊന്നും എടുക്കത്തൊന്നുമില്ല. നമ്മൾ ചെയ്യാനുള്ള ഫോട്ടോ ഈ ലേഡിയുടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ കൂടെ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ചെയ്തു തരികയാണ്. സോ ഞങ്ങൾ കേക്ക് ബോക്സിൻ്റെ അവിടെ എത്തി. കേക്ക് ബോക്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ നല്ല നല്ല മോയിസ്റ്റാണ് അവരുടെ കേക്ക് എന്ന് പറയുന്നത്. പിന്നെ എഗ്ലെസ് ആണ്, മുട്ടയില്ലാത്ത കേക്കാണിത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നോയമ്പ് സമയത്തൊക്കെ വേണമെങ്കിൽ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. സോ എനിവേയ്സ് കേക്കൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇവിടെ 2 രീതിയിലുള്ള കേക്കുണ്ട് കേട്ടോ. ജാം ഫില്ലിംഗ് ആയിട്ടുള്ളതുകൊണ്ട് ചോക്ലേറ്റ് ബേസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചോക്ലേറ്റ് എടുത്തത്. സോ അവർ മെസ്സേജ് എഴുതാനായിട്ട് ഞങ്ങൾക്കൊരു ഇത് തന്നതാണ് കേട്ടോ. സോ ഞങ്ങൾ കൊടുത്തത് ഹാപ്പി ബർത്ത്ഡേ ഹേസൽ മോൾ എന്നാണ് എഴുതാൻ കൊടുത്തത്. അപ്പോൾ ഹേസൽ കുട്ടി എന്ന് ആദ്യം എഴുതിയപ്പോൾ അവർ പറഞ്ഞു കുട്ടി ഇച്ചിരി ലോങ് ആയതുകൊണ്ട് മോൾ എന്ന്, അപ്പം ഞങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ആ കാർഡും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഏറ്റവും വലിയൊരു ഹാപ്പി ഒരു ഗിഫ്റ്റാണ്, ഒരു
പ്രിഷ്യസ്, ഞങ്ങളുടെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയേറെ പ്രിഷ്യസ് ആണ് ഞങ്ങളുടെ ഹേസൽ മോള് ഞങ്ങൾക്ക്. എല്ലാ മാതാപിതാക്കളെ പോലെ തന്നെ ഞങ്ങളും ഫസ്റ്റ് ബർത്ത്ഡേ അല്ലെങ്കിൽ എല്ലാ ബർത്ത്ഡേക്കും എല്ലാ മാതാപിതാക്കളും സന്തോഷിക്കുന്ന പോലെ ഞങ്ങളവിടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങളും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. സോ വീട്ടിലൊക്കെ വന്നു, മോൾക്ക് പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ അവൾക്കുള്ള മെസ്സേജ് അതിനകത്ത് എഴുതാം എന്ന് ഓർത്തിട്ട് അപ്പയും അമ്മയും ഞങ്ങൾ രണ്ടുപേരും അതിനകത്തൊരു മെസ്സേജൊക്കെ എഴുതി. അതെന്നിട്ട് ഒന്ന് എന്താ അതിന് കുറച്ചുകൂടെ ഒന്ന് ഒരു ബ്യൂട്ടിഫുൾ ആക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും മെസ്സേജ് എഴുതി. ഹാപ്പി ബർത്ത്ഡേ ഹേസൽകുട്ടി എന്നും ഹാപ്പി ബർത്ത്ഡേ ബൈ അപ്പ, ഹാപ്പി ബർത്ത്ഡേ ഹേസൽ മോൾ ബൈ അമ്മ എന്നൊക്കെ പറഞ്ഞ് യുവേഴ്സ് അമ്മ യുവേഴ്സ് അപ്പ, ആ രീതിയിൽ ഞങ്ങളൊരു മെസ്സേജൊക്കെ എഴുതി കേട്ടോ. സോ എനിവേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഈ ഒരു കാർഡ് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി, ഹാപ്പിനെസ് തോന്നി. ആൻഡ് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച ലൊക്കേഷനിൽ ആക്ച്വലി ഏകദേശം ഒരു 1:15 ഉച്ചയ്ക്ക് എത്തണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവളെ ഒന്ന് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഈ ഒരു മെസ്സേജൊക്കെ എഴുതി. ഞങ്ങളിതാ വളരെ ഹാപ്പിയാണ്. ദൈവം സഹായിച്ച് ദൈവാനുഗ്രഹത്താൽ ഇതുവരെ ദൈവം നടത്തിയത് മുന്നോട്ട് ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് പിന്നെ കാർഡൊക്കെ ഇതാ എല്ലാം അതിനകത്ത് ഭദ്രമായിട്ട് വെച്ച് കുഞ്ഞിൻ്റെ കൈ കൊടുക്കണമെന്നുള്ളൊരാഗ്രഹത്തിൽ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് പറഞ്ഞല്ലോ ഇന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു എന്ന്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കും കേക്ക് അവിടെ പോയാൽ കട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങാണ് ഇവിടെ പെട്ടെന്നാണ് വെതർ ചേഞ്ച്. പെട്ടെന്ന് ഇപ്പോൾ വെയിലുള്ള സമയമാണെങ്കിൽ പെട്ടെന്നായിരിക്കും മഴയുടെ ഒരിത് വരുന്നത്. അതുകൊണ്ട് മഴയെങ്ങാനും പോയ ഒരു പ്ലാനേ പോകും. ഞങ്ങളവിടെ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊരു ഔട്ട്ഡോർ ഒരു ഷൂട്ട് നടത്താവുന്ന രീതിയിലുള്ളൊരു ചെറിയ സാഹചര്യം, നല്ലൊരു വെതറായാൽ മാത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സിനുള്ളിൽ എത്തുന്ന ഒരു ലൊക്കേഷനാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. എനിവേ ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങാൻ പോവാണ്. സോ എൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു, അച്ഛയുടെ ഡ്രസ്സ് ഇതായിരുന്നു. സോ ഇനിയിപ്പം ഹേസൽ മോളുടെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ മോളെ ഒരുക്കി ഞങ്ങളത് റെഡിയാക്കി വെച്ചേക്കുവാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെഡ്, അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റെഡ് കളറിലൊരു ഒരു ഡ്രസ്സാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ഞങ്ങൾ ആ മെസ്സേജ് എഴുതിയ കാർഡും അവൾക്ക് കൊടുക്കണമെന്ന് തോന്നി. ലാസ്റ്റ് അവൾ തരത്തില്ലായിരുന്നു, അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ കീറിക്കളയാതെ അത് സൂക്ഷിച്ച് വെക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പതുക്കെ അത് വാങ്ങാൻ നോക്കിയപ്പം പുള്ളിക്കാരി അതിങ്ങനെ കയ്യിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇത് ഞാൻ വാങ്ങിച്ചു. ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടൊരു ബോയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനോർത്തു ഒരു ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ പോകാനിറങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ പപ്പായും മമ്മിയും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പപ്പായും മമ്മിയും എല്ലാവരും റെഡിയായി. ഞങ്ങളപ്പോൾ ഓർത്തു വീട്ടിൽ വെച്ച് തന്നെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി. സോ കാർ സീറ്റിൽ മോളെ സെറ്റ് ചെയ്തു. ആക്ച്വലി ഇന്നത്തെ ഈ ചൂടത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കത് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആവുമെന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. പക്ഷേ എന്തായാലും ബൈ ഗോഡ് ഗ്രേസ് അങ്ങനെ അത്രയും ഒരു ഇറിറ്റേഷനൊക്കെ തോന്നിയില്ല. കാരണം ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും ഉഷ്ണമുള്ള ഒരു ചൂടല്ല ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ജൂൺ ടു ഓഗസ്റ്റ് ഒക്കെ വരെയാണ് ഇവിടെ നല്ല സൺഫ്ലവറിൻ്റെ ഫാമുകൾ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ലൊക്കേഷനാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. സോ ഇച്ചിരി കാമായിരിക്കും, വലിയ ബിസി അല്ല. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടും നമുക്ക് ഇച്ചിരി നമ്മുടെ എന്താ പറയുക ഇതുപോലെ സ്പെഷ്യൽ ഡേയ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഏരിയാസ് അവിടെ കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സോ ഇത് കണ്ടോ, ഇതായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് അവരുടെ എന്തോ ഫാമിങ് ചെയ്യുന്ന ട്രാക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ വളരെ ബ്ലൂമായിട്ട് നിൽക്കുന്ന നല്ല ഫ്ലവേഴ്സ്, അതിൻ്റെ ശരിക്കും സൺഫ്ലവറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് ശരിക്കും സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ സ്ട്രോബെറി പിക്കിങ്ങിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണ്. ശരിക്കും അവിടെ ഇന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഓൾറെഡി പോയതായിരുന്നു. സോ എനിവേ അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സ്, ഈ ലാവൻഡർ, അതിൻ്റെയൊക്കെ ഫാമുകൾ ഓപ്പൺ ആവുന്ന സമയം ഈ ജൂൺ ടു ഓഗസ്റ്റ് അല്ലെങ്കിൽ കൂടിപ്പോയ സെപ്റ്റംബർ പകുതി വരെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനപ്പുറത്തേക്കൊന്നും പോകത്തില്ല, പിന്നെ അതങ്ങ് വാടും. സോ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ നടന്നു പോയി. ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒന്ന് കാമായിട്ടിരുന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു. എനിവേ അവൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് സെറ്റ് ചെയ്തെല്ലാം ഒരു
ഔട്ട്ഡോർ ഒരു കേക്ക് എക്സ്പീരിയൻസ്, ഐ മീൻ ബർത്ത്ഡേ ഞങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. സോ ഈ ഒരു ദിവസം അവളുടെ ലൈഫിലെ അവിടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് വീടിൻ്റെ അകത്ത് വെച്ച് തന്നെ അത് ചെയ്യാതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്ത് ഞങ്ങളും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇത് ഏകദേശം അപ്പം ഞങ്ങൾ അവിടെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. ബൈ ഗോഡ് ഗ്രേസ് എന്തായാലും കേക്ക് മെൽറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുമാത്രമല്ല, ഈ ഒരു സൺഫ്ലവറിൻ്റെ ഈ ഒരു നിൽക്കുന്ന സ്ഥലം ശരി 60 ഏക്കറാണ് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്. അത്രയും ഫുള്ളെന്ന് പറയാൻ പറ്റില്ല. ഒരു പോർഷൻ സൺഫ്ലവറും ഒരു പോർഷൻ സ്ട്രോബെറി പിക്കിങ്ങും പിന്നെ അവരുടെ ഫാം പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്. ആൻഡ് ഇത് പിന്നെ പപ്പായുടെ മമ്മിയുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. എനിവേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഞങ്ങൾക്ക് ശരിക്കും 2023 ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന അതേ ദിവസം തന്നെ ഇതുപോലൊരു ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് ഒരു വുമൻ ടു ഒരു മദർഹുഡിലേക്ക് കയറിയ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളായിരുന്നു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അത് ഓർക്കുമ്പം ഐ ആം സോ പ്രൗഡ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം എനിക്ക് വീട്ടിൽ മാത്രം കേക്ക് കട്ടിങ് ഒതുക്കി തീർക്കാൻ വേണ്ടാന്ന് ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. കാരണം ഈ ഒരു കഴിഞ്ഞ വർഷം ഈ സമയം എത്രത്തോളം പെയിൻഫുള്ളായിട്ടും എന്നാൽ കുഞ്ഞിനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ നിൽക്കുന്ന സമയത്ത്, എന്നാൽ ഇന്ന് അത് ഞങ്ങൾക്ക് ദൈവത്തെ വിളിച്ച് ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്ത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ദൈവം അങ്ങനെ മുന്നോട്ട് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടച്ച് വുഡ്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസം ഒരു പ്രൗഡ് അമ്മയാകാൻ അല്ലെങ്കിൽ ഒരു പ്രൗഡ് അപ്പയാകാൻ ഞങ്ങൾക്ക് പറ്റുന്നത് ഒരു ആരുടെ ഒരു ഹെൽപ്പില്ലാതെ ഞങ്ങൾ ശരിക്കും കടന്നു വന്ന ഒരു സ്ട്രഗിൾ വേ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പേരൻസിനെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. എനിവേയ്സ് അതൊക്കെ കഴിഞ്ഞു. ദിസ് ഷാൽ ടു പാസ് എന്ന് പറയുന്ന പോലെ തന്നെ അതും കടന്നുപോയി. എനിവേയ്സ് ഹാപ്പി ബർത്ത്ഡേ ഹേസൽ മോൾ. സോ ഇത് ഇവിടെ ഫാമിൽ നടന്നു പോകാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളായിരുന്നു. ആൻഡ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ശരിക്കും ഒന്ന് കട്ട് ചെയ്തത്, കാരണം അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. അപ്പം ഞങ്ങളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇച്ചിരി ഒന്ന് മെൽറ്റായി. ആൻഡ് ഇത് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് കുഞ്ഞിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് എടുത്തെന്ന് മാത്രം. അവൾ നല്ല ഉറക്കമായിരുന്നു, ഞാൻ പറഞ്ഞില്ല, നല്ല ചൂടായിരുന്നു. സോ എനിവേയ്സ് വീട്ടിൽ വന്ന് ഞങ്ങൾ ബാക്കി വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എന്തായാലും ആദ്യമേ ടേസ്റ്റ് ചെയ്യേണ്ടത് ഹേസൽ മോൾ തന്നെയാണ്. ഇച്ചിരി അവൾക്ക് കൊടുത്ത് ബാക്കി ഞങ്ങൾ 3 പേരും പ്രാർത്ഥനയോടുകൂടി ആ കേക്കിൻ്റെ പങ്ക് കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ അന്നത്തെ ദിവസം സമാപിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ഗായ്സ്.